departing from Emmanuel Pier follows the European shoreline until the second Bosphorus Bridge and then returns to Emmanuel Pier along the Anatolian side. യെമിനോനു എന്ന് പറയുന്ന സ്ഥലമാണ് ടർക്കിയിലെ. നമ്മൾ ട്രാമിൽ വന്ന് ഇറങ്ങിയതാണ്. നമ്മൾ ഒരു സൈഡിൽ സ്പൈസ് ബസാറും ഒരു സൈഡിലോട്ട് ഷിപ്പിങ് ക്രൂയിസ് നടത്തണമെന്നുണ്ടെങ്കിൽ ക്രൂയിസിങ് നടത്താനുള്ള ഏരിയ ആണ്. നമ്മളിപ്പോൾ ഒരു ഷിപ്പ് എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഒരു 1 hourൻ്റെ ക്രൂയിസ് ഷിപ്പ് എടുക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ ഈ ഷിപ്പിനകത്താണ് ഇപ്പോൾ ഒരു 1 hour ട്രിപ്പ് എടുക്കാൻ പോകുന്നത്. അൾട്ടിൻകയ എന്ന് പറയുന്ന ഒരു ഷിപ്പിനകത്ത് നമ്മൾ കയറാൻ പോവാണേ. അപ്പോൾ അങ്ങനെ നമ്മൾ യെമിനോനു എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഒരു ഷിപ്പിൽ കയറിയേക്കാണ്. അപ്പോൾ ഇപ്പോൾ എനിക്ക് എന്താ നിങ്ങൾക്ക് കാണിച്ചു തരാനുള്ളതെന്ന് വെച്ചാൽ, നിങ്ങൾ ആ കാണുന്ന റെസ്റ്റോറൻറ്റുകളുണ്ടോ? നമ്മൾ ഈ കാണുന്ന ഈ റെസ്റ്റോറൻറ്റുകൾ ഇരിക്കുന്ന ഈ സൈഡ് എന്ന് പറയുന്നത് യൂറോപ്പ് സൈഡാണേ. അതാണ് ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത. അതായത് ഇവിടെ നമ്മുടെ ഷിപ്പിൽ കുറച്ചും കൂടി അങ്ങ് ഫ്രണ്ടിലോട്ട് പോയി കഴിയുമ്പോൾ നമുക്കൊരു ബ്രിഡ്ജ് കാണാൻ പറ്റും. ആ ബ്രിഡ്ജിൻ്റെ ഒരു സൈഡ് ഏഷ്യൻ സൈഡും ഒരു സൈഡ് യൂറോപ്പ് സൈഡും ആണെന്നുമാണ് പറഞ്ഞത്. അപ്പോൾ 2 തരത്തിൽ അവരുടെ ഫുഡുകൾ തമ്മിലും വളരെ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ കാണുന്ന റെസ്റ്റോറൻറ്റുകളിലെല്ലാം അവർ സെർവ് ചെയ്യുന്നത് യൂറോപ്യൻ സ്റ്റൈലിലുള്ള ഫുഡുകളാണ് അവർ സെർവ് ചെയ്യുന്നത്. ഇനി നമ്മൾ തൊട്ടപ്പുറത്ത് ആ ബ്രിഡ്ജിൻ്റെ അപ്പുറത്തെ സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ ഏഷ്യൻ ടൈപ്പിലുള്ള ഫുഡുകളായിരിക്കും അവിടെ സെർവ് ചെയ്യുന്നത്. ഞാനൊരു അല്പം ദൂരെ നിന്നായതുകൊണ്ട് നമ്മൾ ഷിപ്പിൽ കയറിയപ്പോൾ അവിടെ ഇഷ്ടം പോലെ പേര് മീൻ പിടിക്കാനായിട്ട് നിൽക്കുന്നുണ്ട്. റോഡൊക്കെ ഇട്ടിട്ട് ഒരു മീൻ പിടിച്ചോണ്ടിരിക്കുകയാണ്. നമ്മുടെ ഷിപ്പ് പോയി തുടങ്ങിയിട്ടില്ല. കുറച്ച് മീനെ പിടിച്ചാലോ? കറി വയ്ക്കാൻ കൊണ്ടുപോയിരുന്നല്ലേ? നോക്കിയേ, നമ്മൾ ഷിപ്പിൽ നിന്ന് താഴോട്ട് നോക്കിയപ്പോഴേ ഒത്തിരി മീനും ജെല്ലി ഫിഷിനെ കാണാമെന്ന് പറഞ്ഞു. അങ്ങനെ വന്നതാണ്. പക്ഷേ നിങ്ങൾക്ക് എന്തുമാത്രം എനിക്ക് അത്ര ക്ലിയർ ആയിട്ട് ജെല്ലി ഫിഷിനെ കാണിച്ചു തരാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല. ഇഷ്ടം പോലെ ജെല്ലി ഫിഷുകൾ ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരുവാണേ. അതുപോലെ ഇഷ്ടം പോലെ മീനുകളുണ്ട്. നമ്മളാ പൊങ്ങിക്കിടുന്ന ആ വൈറ്റ് കളറിൽ കാണുന്ന എല്ലാം ജെല്ലി ഫിഷാണേ. ഒരു ഷിപ്പ് പോയിട്ട് വന്നു. ഏഷ്യൻ സൈഡൊക്കെ കറങ്ങിയിട്ടൊക്കെ വന്നു. നമ്മളിവിടുന്ന് ഏഷ്യൻ സൈഡിൽ പോകും അല്ലേ? ഇനി ആ ബ്രിഡ്ജിൻ്റെ അപ്പുറത്ത് ഏഷ്യൻ സൈഡിൽ പോകും. യെമിനോനുവിൽ ഈ സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള സീ ഫുഡ് കിട്ടുന്ന റെസ്റ്റോറൻറ്റ്സ് ആണ് ഈ സൈഡിലിരിക്കുന്ന മൊത്തം. ആരെങ്കിലും ഇവിടെ വരുന്ന പ്രിപ്പയർ ചെയ്ത് തരും. ഓക്കെ, നമ്മൾ തന്നെയാണ് സെലക്ട് ചെയ്യുന്നത്. നമുക്ക് ഇഷ്ടമുള്ള മീനെ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ആ മീനിനെ തന്നെ അവർ ഫ്രഷായിട്ട് അപ്പോൾ തന്നെ ശരിയാക്കി തരുന്ന മീനിനെ നമുക്ക് ഫ്രഷായിട്ട് തന്നെ കഴിക്കാം. അപ്പോൾ ആരെങ്കിലുമൊക്കെ ടർക്കി വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ യെമിനോനു എന്ന് പറയുന്ന സ്ഥലത്ത് ഇറങ്ങാൻ മറക്കണ്ട. ഈ സീ സൈഡിലെ ഫുഡൊക്കെ ഇതാണ് മെയിൻ സ്ഥലം. മെയിൻ സ്ഥലത്ത് വന്നിട്ട് ഇവിടെ സീ ഫുഡൊക്കെ ട്രൈ ചെയ്യണം എന്നുള്ളവർക്ക് പറ്റിയ സ്ഥലമാണിത്. നമ്മളങ്ങനെ യൂറോപ്പ് സൈഡിൽ നിന്നും ഏഷ്യൻ സൈഡിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്.
ഭാഷയിൽ പറയുന്നതുകൊണ്ട് നമുക്ക് മനസ്സിലാവുന്നില്ല, ഇംഗ്ലീഷിൽ പറയാത്തതുകൊണ്ട്. പക്ഷെ അത് പാലസ് ആണെന്നാണ് പറഞ്ഞത് ഇവിടെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ. നമ്മൾ പറഞ്ഞ ബ്രിഡ്ജ് എത്താറായിട്ടുണ്ട്. അതാണ് നമ്മൾ പറഞ്ഞ ബ്രിഡ്ജ്. ആ ബ്രിഡ്ജിൻ്റെ ഇപ്പുറത്തെ സൈഡാണ് യൂറോപ്പ് സൈഡും, അതിൻ്റെ മറ്റേ സൈഡ് വന്നിട്ട് ഏഷ്യൻ സൈഡുമാണ്. നിയർലി ആ ബ്രിഡ്ജിന്റെ അടുത്ത് എത്താറായി കേട്ടോ. ആ ബ്രിഡ്ജിന്റെ അണ്ടറിൽ എത്താറായിട്ടുണ്ട്. നമ്മൾ ബ്രിഡ്ജിന്റെ അടിയിൽ, കറക്റ്റ് ബ്രിഡ്ജിന്റെ അടിയിൽ എത്തിയപ്പോൾ ഏഷ്യൻ സൈഡിലേക്ക് കടന്നേക്കുവാണേ. എന്തായാലും ഒരു ബ്രിഡ്ജിൻ്റെ അപ്പുറത്ത് ഏഷ്യൻ സൈഡ്, യൂറോപ്പ് സൈഡ്. ഇതാ ഈ കാണുന്ന ബ്രിഡ്ജാണ് നമ്മൾ ക്രോസ് ചെയ്ത് ഏഷ്യൻ സൈഡിലേക്ക് വന്നത്. ഇപ്പൊ നമ്മുടെ ഷിപ്പ് പോയിക്കൊണ്ടിരിക്കുന്നത് ഏഷ്യൻ സൈഡിൽ കൂടെയാണ്. നമ്മുടെ യാത്ര ഇപ്പോൾ ഏഷ്യൻ സൈഡിലൂടെ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഷിപ്പിനകത്ത് സെർവ് ചെയ്തിട്ടുണ്ട് ഒരു ടീ സെർവ് ചെയ്ത് ടർക്കിഷ് ടീ. ഇതൊരു ടർക്കിഷ് ടീ. ഇത് വിസ്കിയാണെന്ന് തെറ്റിദ്ധരിക്കരുത്. അതിൻ്റെ കളർ കണ്ടിട്ട് ഒരു ടർക്കിഷ് ടീ ആണ്. നല്ല തണുപ്പടിച്ച്, നല്ല ഭയങ്കര തണുപ്പ്. നമ്മൾ ഷിപ്പിലിങ്ങനെ കടലിലൂടെ യാത്ര ചെയ്തപ്പോൾ ഭയങ്കരമായ തണുപ്പും അത് തോന്നപ്പോൾ അവർ നമ്മളൊന്ന് ചൂടാവാൻ വേണ്ടി കൊണ്ടുവന്ന സാധനമാണ്. നല്ല ഹോട്ടായിട്ടുള്ള ടർക്കിഷ് ടീ ആണ്. അതിന് നമ്മുടെ ഷിപ്പ് അവിടെ നമ്മുടെ യൂറോപ്പ് സൈഡിൽ നിന്ന് വന്ന് ആ ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് നമ്മൾ ഏഷ്യൻ സൈഡിൽ വന്നു. ഏഷ്യൻ സൈഡിൽ വന്നിട്ട് ഇപ്പോൾ ഷിപ്പ് നേരെ റൗണ്ട് അടിച്ച് നമ്മൾ വീണ്ടും തിരിച്ച് യൂറോപ്പ് സൈഡിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇരുട്ടായി തുടങ്ങി. ഭയങ്കര ക്ലൗഡി ആട്ടോ ഇവിടെ ഇപ്പം. അങ്ങനെ നമ്മൾ ബ്രിഡ്ജിൻ്റെ സൈഡിൽ വന്ന് തിരിച്ച് യൂറോപ്പ് സൈഡിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഒരു സൈഡിലെ വ്യൂ നമുക്ക് പിടിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കോട്ടയൊക്കെയാണ് കാണുന്നത്.
മനസ്സിലായേ? നമ്മുടെ ലാൻഡ്മാർക്കോ? ആ ബ്രിഡ്ജിന്റെ അപ്പുറത്ത് എന്തുവായിരുന്നു? ഇപ്പുറത്തെ സൈഡ് എന്തോ? യൂറോപ്പ്. കണ്ട് ഇഷ്ടപ്പെട്ടോ? മനസ്സിലായോ? യു കാൻ സീ എനി ഡിഫറൻസ്. ആ ബിൽഡിങ്ങുകളുടെ ഒക്കെ ഡിഫറൻസ് കണ്ടില്ലായിരുന്നോ നമ്മൾ അടുത്ത സൈഡിൽ പോയപ്പം? ഫുഡിലും ഡിഫറൻസ് ഉണ്ട്. നമ്മൾ ഷിപ്പിലായതുകൊണ്ട് നമ്മൾ അവിടെ ഒന്നും ഇറങ്ങിയില്ല, അതുകൊണ്ടാണ് നമുക്ക് ആ ഫുൾ ഡിഫറൻസ് ഫീൽ ചെയ്യാതെ. പക്ഷെ ബിൽഡിങ്ങുകൾക്കൊക്കെ ഡിഫറൻസ് ഉണ്ടായിരുന്നു അവിടെ, ഇല്ലേ? നിങ്ങൾക്ക് ശരിക്കും പെട്ടെന്ന് മനസ്സിലാവാത്തോണ്ടാ. ഇപ്പോൾ കോൾഡ് ആയപ്പോൾ നമ്മളിങ്ങനെ അകത്ത് വന്നു അല്ലേ? അങ്ങനെ 1.5 മണിക്കൂർ നമ്മുടെ ആ ഷിപ്പിലുള്ള യാത്രയൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചെത്തി. ഇനി നമുക്ക് ഇവിടെ അടുത്തെവിടെയെങ്കിലും ഏതെങ്കിലും ഒരു റെസ്റ്റോറൻറ്റിൽ കയറി എന്തെങ്കിലും ഫുഡൊക്കെ കഴിക്കണം. ഇവിടെ ഇപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ ഉണ്ടായിരുന്ന ചൂടൊന്നും ഇപ്പം ഇല്ല കേട്ടോ. എല്ലാം മാറി, ഇപ്പോൾ ഒരു ക്ലൗഡിയായി, തണുപ്പൊക്കെ ആയി.